വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ശ്രദ്ധയോടെ നമുക്ക് ഈ വചനം ശ്രവിക്കാം. സഹോദരരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. തങ്ങളെ അനുഗമിച്ച ആത്മീയ ശിലയിൽ നിന്നാണ് അവർ പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവാണ്. എന്നാൽ അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാവരും മരുഭൂമി വെച്ച് ചിതറിക്കപ്പെട്ടു. അവരെ പോലെ നാം തിന്മ ആഗ്രഹിക്കാതിരിക്കാൻ ഇത് നമുക്ക് ഒരു പാഠമാണ്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധകരാകരുത്. തിന്നാനും കുടിക്കാനുമായി ജനം ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് അവരെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നു. അവരിൽ ചിലർ വ്യഭിചാരം ചെയ്തതുപോലെ നമ്മൾ ഒരിക്കലും വ്യഭിചാരം ചെയ്യരുത്. അവരിൽ 23,000 പേർ ഒരൊറ്റ ദിവസം കൊണ്ട് നാശമടഞ്ഞു. അവരിൽ ചിലർ ചെയ്തതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരെല്ലാവരും പാമ്പുകടി ഏറ്റു മരിച്ചു. അവരിൽ ചിലർ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. സംഹാരകൻ അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം അവർക്ക് ഒരു താക്കീതായിട്ടാണ് സംഭവിച്ചത്. നമുക്ക് ഒരു പാഠമാകേണ്ടതിന് അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു. യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ബൈബിളിൽ പഴയ നിയമവും പുതിയ നിയമവും വായിക്കുമ്പോൾ ബൈബിളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു ആശയമാണ് പാപത്തിന് ശിക്ഷയുണ്ട് എന്ന ആശയം. പാപത്തിന് ശിക്ഷയുണ്ട്. ആരൊക്കെ പാപം ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ശിക്ഷ ലഭിക്കുമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലേ സഭാപ്രസംഗ പുസ്തകം 7-ാം അധ്യായം 29-ാം തിരുവചനം. ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? അവൻ്റെ തന്നെ സൃഷ്ടിയാണെന്നാണ് പറയുക. ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവൻ്റെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ്. സ്നേഹമുള്ളവരെ, ബൈബിളിൽ ആരൊക്കെ നമ്മൾ നോക്കുന്നുണ്ടോ, ആരൊക്കെ പാപം ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം, ആദവും ഹവ്വയും പാപം ചെയ്തു. അവർക്ക് എന്ത് കിട്ടി? ശിക്ഷ കിട്ടി. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് കർത്താവ് പുറത്താക്കി. ഇനി അവരുടെ മകൻ കായേല് സ്വന്തം സഹോദരൻ ആബേലിനെ കൊന്ന് പാപം ചെയ്തു. അപ്പം എന്ത് സംഭവിച്ചു? അവന് ദൈവം കൊടുത്ത ശിക്ഷ, നീ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനായിരിക്കും എന്നാണ് ശിക്ഷ കൊടുത്തത്. ശപിക്കപ്പെട്ടവനായിരിക്കും. ഇനി ദൈവജനം മുഴുവനും പാപം ചെയ്തു. ദൈവജനം മുഴുവൻ പാപം ചെയ്തപ്പോൾ വലിയൊരു ജലപ്രളയം വന്ന് ദൈവം അവരെ നശിപ്പിച്ചു. വീണ്ടും ഇസ്രായേൽ ജനം പാപം ചെയ്യുകയാണ്. ഇസ്രായേൽ ജനം മോശയ്ക്ക് എതിരെ പിറുപിറുത്തു. ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ പിറുപിറുത്തു. ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു. നമ്മളിപ്പോൾ വളരെ വായിച്ചു കേട്ടു, കുറേ പേരൊക്കെ പാമ്പുകടി ഏറ്റു മരിച്ചു. ഇനി മോശ പാപം ചെയ്തു. മോശയ്ക്കും കിട്ടി ശിക്ഷ കിട്ടി, കാനാൻ ദേശത്ത് പ്രവേശിക്കില്ലെന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് പാപം ചെയ്തു. ദാവീദിനും കിട്ടി ശിക്ഷ. ദാവീദിൻ്റെ ഒരു മകൻ അത് ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞ് മരിച്ചുപോയി. ഇനി സാംസൺ പാപം ചെയ്തപ്പോൾ സാംസണും കിട്ടി ശിക്ഷ. സാവൂള് പാപം ചെയ്തപ്പോൾ സാവൂളിനും കിട്ടി ശിക്ഷ. സോളമൻ പാപം ചെയ്തപ്പോൾ സോളമനും കിട്ടി ശിക്ഷ. ആരൊക്കെ ബൈബിളിൽ പാപം ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടോ
അവർക്കൊക്കെ ശിക്ഷയും ലഭിച്ചതായിട്ട് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇല്ല, ഇനി പുതിയ നിയമത്തിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പുതിയ നിയമത്തിൽ എന്താ പറയുക? പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണുക ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം നമുക്ക് കാണാൻ സാധിക്കും. എലിസബത്ത് സക്കറിയ ദമ്പതിമാർ അവർ പാപം ചെയ്യുകയാണ്. ആരാണ് പാപം ചെയ്യുക? സക്കറിയാക്ക് ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞു. സക്കറിയ ദൂതനോട് ചോദിച്ചു, ദേ ലൂക്ക 1:18, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. അപ്പോൾ ദൂതൻ എന്താ പറഞ്ഞത്? ദൂതൻ ഒരു ശാന്തമായിട്ടാണോ മറുപടി പറഞ്ഞത്? അല്ല, ദൈവസന്നിധിയിൽ നിന്നിരുന്ന ആ ദൂതൻ ശാന്തമായി മറുപടി പറയേണ്ടിയിരുന്നൊരു ദൂതൻ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ആ ദൂതൻ, ആ മാലാഖ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. ദൈവസന്നിധി നിൽക്കുന്ന മാലാഖ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ ഒരു മൂകനായിരിക്കും. ഇത് സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കില്ല. കേട്ടോ, ചെറിയ ഒരു പാപത്തിന് ചെറിയൊരു അവിശ്വാസമാണ് അദ്ദേഹം ചെയ്ത പാപം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിശ്വാസം. ദൈവം പറഞ്ഞതിന് ആവശ്യം ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും? ഇത്തിരി പ്രായമുണ്ട്, ഭാര്യയ്ക്ക് ഇതിനും പ്രായമുണ്ട്, ഇതൊക്കെ ഈ കാലത്ത് ഇങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കും? അപ്പോൾ ദൂതൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞ വാക്ക് കേൾക്കാത്തതുകൊണ്ട് ഇത് സംഭവിക്കുന്നത് വരെ നീ ഒരു മൂകനായിരിക്കും. ദൈവം ഒരു ശിക്ഷ കൊടുക്കുകയാണ്. ദൈവം സക്രിയയ്ക്ക് ഒരു ശിക്ഷ കൊടുത്തു. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആരൊക്കെ പാപം ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ശിക്ഷ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുക, പാപത്തിന് ശിക്ഷയുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവചനം, റോമ 2:10, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ക്ലേശവും ദുരിതവും ദുഃഖവും കഷ്ടപ്പാടും ഉണ്ടാകും. ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുക. തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ക്ലേശവും ദുരിതവും ഉണ്ടാകും. എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും, ആദ്യം യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, മഹത്വവും ബഹുമാനവും സമാധാനവും ഉണ്ടാകും. എന്തെന്നാൽ ദൈവസന്നിധിയിൽ മുഖനോട്ടമില്ല. അതല്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനം വീണ്ടും 11-ാം അധ്യായം 22-ാം തിരുവചനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയും നിലനിന്ന നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. കണ്ടോ, ദൈവത്തിൽ എന്തുണ്ട്? അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യം നിൻ്റെ മനസ്സിലുണ്ടാവണം. ഒപ്പം തന്നെ ദൈവത്തിൻ്റെ മറ്റൊരു മേഖലയുണ്ട്, ദൈവത്തിൻ്റെ കാഠിന്യവും നിൻ്റെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയും നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അപ്പോൾ അതാണ് പറയുക. സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 23-ാം തിരുവചനം, സംഖ്യ 32:23. അവിടെ നമ്മൾ കാണുന്നത് എന്താ? നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. നിന്റെ പാപം, നമ്മൾ ചെയ്യുന്ന പാപം നമ്മെ ഒരു ദിവസം വേട്ടയാടും. നമ്മളിപ്പോൾ ഇന്ന് രഹസ്യമായി ചെയ്യുന്നൊരു പാപം അല്ലെങ്കിൽ പരസ്യമായി ചെയ്യുന്നൊരു പാപം നമ്മൾ കരുതും അത് നമ്മെ സ്പർശിക്കില്ലെന്നുള്ള കരുതുക. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതിന് ഒരു സ്വാധീനം ഇല്ലെന്നുള്ള കരുതുക. പക്ഷേ ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം, ചിലപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമായിരിക്കും, 10, 15, 16 വർഷങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ഈ പാപത്തിൻ്റെ ഫലമായിട്ട് വലിയൊരു ശിക്ഷ പിന്നീടാണ് നമുക്ക് ലഭിക്കുക. അതുകൊണ്ടാണ് പറയുക, ഈ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, ജെറമിയ 2 പാപത്തിൻ്റെ ശിക്ഷയെ പറ്റി പറയുന്ന ചില വചനഭാഗങ്ങൾ അച്ഛൻ വായിക്കാം. ജെറമിയ 2:19 മുതൽ, നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക, നിന്റെ അവിശ്വസതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക. നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും. എന്നെക്കുറിച്ചുള്ള ഭയം നിന്നിലില്ലെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു. വീണ്ടും പറയുകയാണ്, വളരെ മുമ്പേ നീ നിന്റെ നുകം ഒടിച്ചു,
നിന്റെ കെട്ടുകൾ പൊട്ടിച്ചു. ഞാൻ അടിമവേല ചെയ്യുകയില്ല എന്ന് നീ പറഞ്ഞു. എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും നീ വേശ്യയെ പോലെ വഴങ്ങി. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശിഷ്ട മുന്തിരി ചെടിയായിട്ടല്ലേ ഞാൻ നിന്നെ നട്ടത്? പിന്നെ നീ എങ്ങനെ ഒരു ദുഷിച്ച കാട്ടുമുന്തിരിയായി തീർന്നു? എന്നിട്ട് പറയുകയാണ്, എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിലുണ്ടായിരിക്കുന്ന ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുക, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ ശിക്ഷ നമുക്ക് ലഭിക്കുക. എങ്ങനെയായാലും ഒരു കാര്യം ഉറപ്പാണ്, പാപത്തിന് ശിക്ഷയുണ്ട്. എത്രയോ ഉദാഹരണങ്ങളാണെന്നറിയോ അച്ഛനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോവുക. ഒന്നോ രണ്ടോ മാത്രം ഞാൻ പറയാം. ഏത് കേസെടുത്താലും അപ്പോൾ ആരൊക്കെ പാപം, അതല്ല പറയുക, പാപം ചെയ്യുന്ന ഏവനും, മാർപ്പാപ്പ പാപം ചെയ്താൽ മാർപ്പാപ്പയ്ക്ക് ശിക്ഷ കിട്ടും, മെത്രാൻ പാപം ചെയ്താൽ മെത്രാന് ശിക്ഷ കിട്ടും, ബിഷപ്പ് പാപം ചെയ്താൽ ബിഷപ്പിന് ശിക്ഷ കിട്ടും, വൈദികര് സിസ്റ്റേഴ്സ് പാപം ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടും, അപ്പനമ്മ പാപം ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടും, കുട്ടികൾ പാപം ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടും, യുവതിവാക്കന്മാർ പാപം ചെയ്താൽ അവർക്ക് ശിക്ഷ കിട്ടും, അക്രൈസ്തവർ പാപം ചെയ്താൽ അവർക്കും ശിക്ഷ. പാപം ചെയ്യുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും, ക്ലേശവും ദുരിതവും ദുഃഖവും കഷ്ടപ്പാടും അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചേ പറ്റൂ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് ബൈബിൾ അടിസ്ഥാനമാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആര് എന്ന ചോദ്യത്തിന് ബൈബിൾ ഉത്തരം ദാവീദാണ്. ആ ദാവീദ് ഊറിയായെ കൊന്ന് അവൻ്റെ ഭാര്യ ബത്ശബയെ സ്വന്തമാക്കി. എന്നുണ്ടായി? ദൈവം അവന് ശിക്ഷ കൊടുത്തില്ലേ? ഇസ്രായേൽ ജനം കണ്ട ഏറ്റവും വലിയ നേതാവാണ് വിക്കനായ മോശ. ഈ മോശ ഒരു കൊച്ചു പാപം ചെയ്തു. ആ പാപം ചെയ്തപ്പോൾ ദൈവം അവന് ശിക്ഷ കൊടുത്തില്ലേ? അത് കുഴപ്പമില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യനാണെന്ന് കരുതി ദാവീദിനെയും മോശയൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഇല്ല. അത് പാപം ചെയ്യുന്ന ഏവനും, ദൈവസന്നിധിയിൽ മുഖനോട്ടല്ല, പാപം ചെയ്യുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ദുഃഖവും ഉണ്ടാകും. അത് പറയുക. അതുകൊണ്ടാണ് ഞാൻ ഒരു ഉദാഹരണം അച്ഛൻ പറയാം. ഈ അടുത്ത് വന്നൊരു മകൻ, ഈ മകൻ പ്രാർത്ഥിക്കാൻ വരികയാണ്. അദ്ദേഹത്തിന് ഏകദേശം 36 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെയും കൊണ്ടിട്ടാണ് വരിക, ഒരു കൈക്കുഞ്ഞ്. അപ്പോൾ അവൻ പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി. അങ്ങനെ ഗൾഫിൽ പല സ്ഥലത്ത് പോയി, അങ്ങനെ നാട്ടിൽ വന്ന് പല പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ ഒരു സ്ഥലത്ത് അവനൊരു നിലനിൽപ്പില്ല. അവന് ജോലി കിട്ടുന്നില്ല, ജോലി ശരിയാവുന്നില്ല. ജോലി കിട്ടും, 6 മാസം നിൽക്കും, അപ്പോഴേക്കും പോരും, അടുത്ത സ്ഥലത്ത് പോകും, കുറച്ചാൾ നിൽക്കും, പോരും. ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ജോലി ഇല്ലാതെ അവൻ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് അവൻ പ്രാർത്ഥിക്കാനും സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് വരിക. ഇവൻ്റെ ഈ അവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഉടനെ കാണിച്ചത് ഒരു പല്ലു കൊന്തിയ വണ്ണം കുറഞ്ഞൊരു പെൺകുട്ടിയെ കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയായിട്ട് എന്ത് തെറ്റാണ് ചെയ്തത്? ഉടനെ ആ മകൻ പറഞ്ഞു, അച്ഛാ, അതെൻ്റെ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതാണ്. എൻ്റെ വീട്ടിൽ ഒരു 18 വയസ്സുള്ളൊരു പെൺകുട്ടി, എന്നെക്കാൾ മൂത്തത്, എൻ്റെ ചേച്ചിയുടെ പ്രായം വരുന്ന ആ ഒരു പെൺകുട്ടി വേലയ്ക്കുണ്ടായിരുന്നു. ആ പെൺകൊച്ചായിട്ട് ഞാൻ ചെയ്ത ഒരു പാപം, 9ാം ക്ലാസ്സിൽ ചെയ്ത പാപമാണ്. ഇപ്പം ഈ മകൻ 36 വയസ്സായി. പക്ഷേ ഇതുവരെ കുമ്പസാരത്തിൽ ഏറ്റുപണ്ടിട്ടുണ്ടോ? കുമ്പസാരത്തിൽ ഏറ്റുപണ്ടിട്ടില്ല. അനുദപിച്ചിട്ടുണ്ടോ? അനുദപിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പം അവന് ജോലി കിട്ടുന്നില്ല. ജോലി കിട്ടാതെ ഇങ്ങനെ പരതി ഇങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടി അവനിങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ കർത്താവ് കാണിച്ചൊരു കാരണം 9ാം ക്ലാസ്സിൽ ചെയ്ത ഒരു വലിയ പാപം, വ്യഭിചാരം എന്ന തിന്മ. കണ്ടോ? എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ എൻ്റെ മുമ്പിലുണ്ടായിരിക്കുമെന്ന് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. അതുകൊണ്ട് 9ാം ക്ലാസ്സിൽ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ പിറ്റേ ദിവസം തന്നെ 10ാം ക്ലാസ്സിലേക്ക് കിട്ടിയില്ല. മറിച്ച് 36 വയസ്സ്, കല്യാണമൊക്കെ കഴിഞ്ഞ് 1-2 കുട്ടികളൊക്കെ ആയപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതാണ് പറയുക, നന്മ ചെയ്യുന്നവൻ നന്മ കൊയ്യും, തിന്മ വിതയ്ക്കുന്നവനോ നന്മ വിതച്ചാൽ നന്മ കൊയ്യും, തിന്മ വിതച്ചാലോ തിന്മ കൊയ്യും. അതാണ് പറയുക. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങൾക്ക് ആർക്കും വ്യാമോഹം വേണ്ട, നമുക്ക് ആർക്കും വ്യാമോഹം വേണ്ട കേട്ടോ. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും, ആത്മാവിനായി വിതയ്ക്കുന്നവനാവട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. പ്രൈസ് ദി ലോർഡ്.
നീ എന്താണ് വിതയ്ക്കുന്നത് അത് കൊയ്യും. അതുകൊണ്ടാണ് പറയുക, ഈ പാപം ഒരിക്കലും ദ്രവിച്ചു പോയില്ലെന്നാണ് പറയുക. പാപം ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ നീ ഏറ്റുപറയാത്ത പാപങ്ങളും അനുതപിക്കാത്ത പാപങ്ങളും തിരുത്താത്ത പാപങ്ങളും നീ കരുതും വർഷങ്ങളായില്ലേ. നമ്മൾ കരുതും എത്രയോ കാലങ്ങൾ മുമ്പൊക്കെ ചെയ്തതാണ്. 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ആദ്യ കുർബാന ചെയ്യുന്നതിന് മുമ്പൊക്കെ ചെയ്തതാണ്. അതൊക്കെ ദൈവം മറന്നിട്ടുണ്ടായിരിക്കും. ദൈവം ആർക്ക് ഓർത്തിരിക്കുന്നത്? ഞാൻ അത് ഓർക്കണില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ പാപത്തിൻ്റെ പ്രത്യേകത, പാപം ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകില്ലെന്നാണ് ഈ തിയോളജൻസ് ശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുക. പാപം ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകില്ല. വർഷങ്ങളും കാലങ്ങളും പാപത്തെ മായ്ച്ചു കളയുമെങ്കിൽ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കാനും കഴുകിക്കളയാനും. യേശു എന്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്നു? യേശു തൻ്റെ പീഡാനുഭവം, മരണ, ഉത്ഥാനം വഴി, തൻ്റെ രക്തം വഴി നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാനാണ് വന്നത്. യേശുവിൻ്റെ രക്തം വഴിയാണ് നമുക്ക് പാപമോചനം ലഭിക്കുക. രക്തം ചിന്താതെ പാപമോചനമില്ല. അതുകൊണ്ട് എത്ര വർഷം കഴിഞ്ഞാൽ ഈ പാപം അവിടെ കെടുക്കും. എത്ര ചെറുപ്പത്തിൽ ചെയ്ത പാപമാണെങ്കിലും നീ അത് അനുദപിച്ച് കുമ്പസാരിച്ച് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ ആ പാപം നിന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പോൾ പാപം മാഞ്ഞു പോകണമെങ്കിൽ എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും പാപക്കറ മാഞ്ഞു പോകില്ല. പാപം മാഞ്ഞു പോകണമെങ്കിൽ എന്ത് വേണം? യേശുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ കഴുകി വിശുദ്ധീകരിക്കണം. ഹൃദയം തുറന്ന് കുമ്പസാരിച്ച് ആ പാപം പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് അനുദപിച്ചാലാണ് ആ പാപം മാഞ്ഞു പോവുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുക, ദൈവവചനം പറയുക, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. അതുകൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സംഭവം ഓർക്കുകയാണ്. ഒരു മകൻ വന്നു, ആ മകനും ഭാര്യയും കൂടി വരികയാണ്. ഇവർക്ക് കുട്ടികളില്ല. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായി, 5-6 വർഷങ്ങളായി കുട്ടികളില്ല. അങ്ങനെ അവർ ഒപ്പം തന്നെ ജോലിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇദ്ദേഹം കാനഡയിലോ അതോ എവിടെയോ മറ്റോ പോയി. അങ്ങനെ കാനഡയിൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു 2 വർഷം. അങ്ങനെ 2 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ, നല്ല ശമ്പളത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ ജോലി നഷ്ടപ്പെട്ടു. അവരവിടെ നിന്ന് വിട്ടു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 2-3 വർഷമായി ഇങ്ങനെ 3 വർഷത്തിലധികമായി ഇങ്ങനെ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാനഡയിലേക്ക് പോകാൻ പരിശ്രമിക്കുന്നുണ്ട്. ഒന്നും ശരിയാവില്ല. കുഞ്ഞുണ്ടാവാൻ നോക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളും ഉണ്ടാവുന്നില്ല. അങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവർ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വരിക. അങ്ങനെ ഈ മകനും മകളും വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ഈ ജോലി കിട്ടാത്ത അവസ്ഥയോർത്ത് സമർപ്പിച്ച് ഇങ്ങനെ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ചെവിട്ടിൽ കേൾപ്പിച്ചത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യനെ ദർശനത്തിൽ കാണുക കൂടി ചെയ്യുകയാണ്. ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, ഒരു സഹോദരൻ, അദ്ദേഹം ഇങ്ങനെ ശപിക്കുകയാണ് ഈ മനുഷ്യനെ. നീ ഒരിക്കലും നന്നാവില്ലടാ ഇങ്ങനെ പറഞ്ഞ് ശപിക്കുന്ന ഒരു സംഭവം കാണുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിന്നെ ആരാണ് ഇങ്ങനെ ശപിക്കുക? നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശപിക്കുന്ന ഒരു ഒത്തിരി പ്രായമുള്ളൊരു ചേട്ടനെ കാണിക്കുന്നുണ്ടല്ലോ. ഉടനെ അവൻ പറഞ്ഞു, അച്ഛാ അതെൻ്റെ അമ്മേരെ ചേട്ടൻ. അപ്പം എന്തിനാണ് അദ്ദേഹം നിന്നെ ശപിച്ചത്? അദ്ദേഹം ഈ മകൻ അതിൻ്റെ സംഭവം പറഞ്ഞു. അച്ഛാ, എൻ്റെ അപ്പൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ഞാനും അമ്മയും പിന്നെ ഞങ്ങളുടെ കുടുംബം, പിന്നെ ഞങ്ങളുടെ കുടുംബത്തെ നോക്കിയത് മുഴുവനും ഈ അമ്മേരെ ചേട്ടനാണ്. അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ നോക്കിയത് മുഴുവനും ഈ ചേട്ടനാണ്. അങ്ങനെ ഞങ്ങളൊക്കെ വളർന്നു, പഠിപ്പൊക്കെ കഴിഞ്ഞു, അങ്ങനെ ഒരു യൂത്തൊക്കെ ആയി, ഒരു ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ആ ഒരു കാലഘട്ടമൊക്കെ ആയി. അപ്പോഴാണ് അമ്മേരെ അമ്മ, അതായത് ഈ അമ്മയുടെയും ചേട്ടൻ്റെയും അമ്മ മരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സ്വത്ത് സംബന്ധമായ ഒരു തർക്കം അവിടെ രൂപപ്പെടുകയാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. ഇവൻ്റെ അമ്മയും അമ്മേരെ ചേട്ടനും തമ്മിൽ തർക്കം. ഈ അമ്മൂമ്മയുടെ സ്വത്തിനെ പ്രതിയുള്ള തർക്കമാണ്. അങ്ങനെ തർക്കിച്ച് ഈ ചേട്ടൻ വളരെ ദേഷ്യപ്പെട്ട് ഇവൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് ഒരു ദിവസം ഇവൻ കേട്ടു. ഇത് കേട്ടപ്പോൾ അവന് സഹിക്കാൻ പറ്റിയില്ല. സ്വന്തം അമ്മയെ ഇതുപോലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അത് നോക്കിയിരിക്കാൻ ഒരു യുവാവിന് സാധിക്കുമോ? അവൻ്റെ ചോരത്തിളപ്പ് മൂലം അവൻ പറഞ്ഞു, അദ്ദേഹം വളരെ ഈ മകൻ ഈ അപ്പൻ്റെ പ്രായമുള്ള ഈ ചേട്ടനോട്, ഈ അമ്മേരെ ചേട്ടനോട് അതിഭയങ്കരമായി ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഇവൻ പറഞ്ഞു, ഇറങ്ങണോ പുറത്ത്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് ഈ ചേട്ടനോട് പറയുകയാണ്. ഒരു അപ്പനെ പോലെ അപ്പൻ മരിച്ചതിന് ശേഷം ഇത്ര നാൾ ഇവരെ നോക്കിക്കൊണ്ട് നടന്ന ഈ മകനോട് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താങ്ങിയില്ല. ആ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവനോട് പറഞ്ഞു, നോക്കിക്കടാ, നിനക്ക് ഒരു കാലത്ത് നീ നന്നാവില്ല. ഇങ്ങനെ 2-3 പ്രാവശ്യം ശപിച്ച് സംസാരിച്ച് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിപ്പോയി. അവനൊന്നും സംഭവിച്ചില്ല. അവന് പിന്നീട് അന്വേഷിച്ചപ്പോൾ നല്ലൊരു ജോലി കാനഡയിൽ കിട്ടി. അവൻ അങ്ങനെ കാനഡയിൽ പോയി. നല്ല ശമ്പളത്തിലെ ലക്ഷക്കണക്കിന് ശമ്പളമുള്ള ജോലിയിൽ അങ്ങനെ സന്തോഷത്തോടെ 2 വർഷം ജോലി ചെയ്തു. പെടുന്നതിനെ ഇവൻ്റെ ജോലി നഷ്ടപ്പെട്ടു.
ഇവനിതാ നാട്ടിൽ വന്നു. ഇപ്പോൾ പോയേക്കാൾ കൂടുതൽ 3-4 വർഷം ഇപ്പോൾ ഇവിടെ കിടന്ന് നടക്കുകയാണ്. ഒരു ജോലി അന്വേഷിച്ചും കാനഡയ്ക്ക് പോകാൻ വീണ്ടും പരിശ്രമം. ഒരു സ്ഥലത്ത് പോയാലും ശരിയാവില്ല. കണ്ടോ? നീ വിതയ്ക്കുന്നത് തന്നെ നീ കൊയ്യും. നമ്മൾ ഇന്ന് വിതയ്ക്കുന്നത് നാളെ തന്നെ കൊയ്യാൻ പറ്റുമോ? ഇപ്പം ഇന്ന് നമ്മളൊരു മത്തങ്ങയുടെ ഒരു വിത്ത് കിട്ടി. ആ മത്തങ്ങയുടെ ഒരു വിത്ത് ഞാനിങ്ങനെ നമ്മൾ കുഴിച്ചിട്ടു. അത് പിറ്റേ ദിവസം തന്നെ മുളയ്ക്കുകയോ? ഇല്ല. അത് അതിൻ്റേതായ മഴയും ഈർപ്പവും നനവൊക്കെ വരുമ്പോഴാണ് അത് പൊട്ടി മുളയ്ക്കുക. ഇനി മുളച്ചാൽ തന്നെ പിറ്റേ ദിവസം മത്തങ്ങ ഉണ്ടാവോ? ഇല്ല. വീണ്ടും സമയമെടുക്കത്. അത് മുളച്ച് അത് പടർന്ന് അതിൻ്റേതായ ഒരു സമയമായി കഴിഞ്ഞാൽ ഏതാനും മാസങ്ങളൊക്കെ കഴിയുമ്പോൾ അതുമേ മത്തങ്ങയുടെ വിത്ത് മത്തങ്ങ ഉണ്ടാവാൻ തുടങ്ങും. അതിനുണ്ടായി കഴിഞ്ഞാൽ ഒരു മത്തങ്ങയുടെ ഒരു വിത്ത് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ മത്തങ്ങ ചെടിയിൽ ഒരു മത്തങ്ങയാണ് ഉണ്ടാവുക? അല്ല, ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടായിരിക്കും. അത് നല്ല ഇനം വിത്താണെന്ന് വെച്ചാൽ കണ്ടമാനുണ്ടായിരിക്കും. വലിയ വലിയ പാപങ്ങൾ, അബോർഷൻ അല്ലെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ ഇപ്പോൾ 1-ാം പ്രമാണ ലംഘനങ്ങൾ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത അവസ്ഥ, ഇതുപോലെ തന്നെ മൂത്തവരെ ബഹുമാനിക്കാത്ത അവസ്ഥകൾ, മോഷണം, ഇങ്ങനെയുള്ള വലിയ കൊലപാതകം അല്ലെങ്കിൽ വെറുപ്പ്, ഈ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്തെങ്കിൽ അതുപോലെയുള്ള തകർച്ചകൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ മദ്യപിക്കുന്ന മക്കള്, തെറ്റായ ബന്ധത്തിൽ പെട്ടിരിക്കുന്ന മക്കള്, പാപത്തിൽ ജീവിക്കുന്ന മക്കളെ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് ഇന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഉറപ്പ് ബൈബിളാണ് പറയുന്നത്, അച്ഛനല്ല. ബൈബിൾ സത്യമാണെങ്കിൽ ഇത് സംഭവിച്ചിരിക്കും. പാപത്തിന് ശിക്ഷയുണ്ട്. വലിയൊരു തകർച്ച നിന്നെ നോക്കിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഇന്നലത്തെ ശുശ്രൂഷയിൽ പറഞ്ഞിരുന്നു, നീ ശരിയായത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. നിന്റെ വാതിൽക്കൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ശരിയായത് പ്രവർത്തിക്കാൻ ഇനിയും കർത്താവ് അവസരം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ അത്ഭുതങ്ങളെ ജപമാല അല്ലെങ്കിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് ഒരു അവസരമാണ്. ഇത് നീ ശ്രദ്ധിക്കുന്നില്ലേ? ഈ പാപം നിന്നെ അടിച്ചു വീഴ്ത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടാൻ പറയുകയാണ്. അതാണ് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ നമുക്ക് സമർപ്പിക്കാം. അതല്ലേ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 14-ാം തിരുവചനം. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവന്റെ പിറകെ നടന്നു. ആകിയാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം തീറ്റിപ്പിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം തീറ്റിപ്പിക്കുകയും വിഷം കുടിപ്പിക്കുകയും. കർത്താവ് പറയുക, തന്നിഷ്ടപ്രകാരം നടന്നു. ഇത് വീണ്ടും പറയുകയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായം 18-ാം തിരുവചനം. നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ചിരുന്നുവെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. ബൈബിളിൽ എത്രമാത്രം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ പൂർവ്വപിതാവ് യാക്കോബ്, ഈ യാക്കോബ് എന്താ ചെയ്തത്? യാക്കോബ് സ്വന്തം അപ്പനെ കബളിപ്പിച്ചും സ്വന്തം ചേട്ടനെ പറ്റിച്ചും ആ ചേട്ടന് കിട്ടേണ്ട കടിഞ്ഞൂപ്പത്ര അവകാശമെല്ലാം വാങ്ങിയെടുത്തു. അങ്ങനെ അദ്ദേഹം ഞെളിഞ്ഞ് അദ്ദേഹം ലാബാൻ്റെ അടുത്തേക്ക് പോയി, ഹാമാനിലേക്ക് ഓടിപ്പോയി. അങ്ങനെ അവിടെ ഈ ലാബാൻ്റെ കീഴെ ജോലി ചെയ്യുകയാണ്, കന്നുകാലികളെ നോക്കി. അങ്ങനെ അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ ലാബാൻ്റെ 2 പുത്രിമാരിൽ 2ാമത്തവള് താഴെയുള്ളവളെ ഇഷ്ടപ്പെട്ടു. റാഹേലിനെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മകളായിരുന്നു. അങ്ങനെ അവളായിട്ട് ഇഷ്ടപ്പെട്ട് ഇവളെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ ലാബാൻ പറഞ്ഞു, നീ 7 വർഷം എനിക്ക് ജോലി ചെയ്താൽ ഞാൻ അത് കെട്ടിച്ചു തരാം. അങ്ങനെ അവൾക്ക് വേണ്ടി അവൻ 7 വർഷം ജോലി ചെയ്തു. 7 വർഷം ജോലി കഴിഞ്ഞ് എനിക്ക് കെട്ടിച്ചു തരാൻ വേണ്ടി ചെന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം വാക്കുമാറി. അദ്ദേഹം പറഞ്ഞു, ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, നിനക്ക് അത്രയും നിർബന്ധമെന്ന് വെച്ചാൽ നീ മൂത്തവളെ കെട്ടിക്കോ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവനെ പറ്റിച്ചിട്ട് ഇവനെ മദ്യപിപ്പിച്ച് ഈ മനുഷ്യന് മൂത്തവള് വിരൂപിണിയായ മൂത്ത മകളെ ഈ ലാബാൻ കൊടുക്കുകയാണ്. കണ്ടോ? വീണ്ടും ഈ മകൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ യാക്കോബ് പറഞ്ഞു, ഇത് എന്നെ പറ്റിച്ചത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നീ ഇനി താഴെയുള്ളവളെ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 വർഷം കൂടി ജോലി ചെയ്താൽ തരാം. അങ്ങനെ വീണ്ടും 7 വർഷം, അങ്ങനെ 14 വർഷം ജോലി ചെയ്തപ്പോൾ അപ്പോഴാണ് ഈ മകന് റാഹേലിനെ കൊടുക്കുക. വീണ്ടും 6 വർഷം കൂടി ജോലി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 6 വർഷം കൂടി വീണ്ടും ജോലി ചെയ്തു. നോക്കിയേ, വീണ്ടും കൂലി പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. നോക്കുക, സ്വന്തം അപ്പനെയും സ്വന്തം സഹോദരനെയും പറ്റിച്ച യാക്കോബിന് പല പ്രാവശ്യം പറ്റിക്കപ്പെടുന്ന അവസ്ഥ അതിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. പറ്റിച്ചവൻ വേറെ പല വ്യക്തികളാൽ പല പ്രാവശ്യം പറ്റിക്കപ്പെടുന്ന അവസ്ഥ. കണ്ടോ? നിന്റെ പാപം നിന്നെ വേട്ടയാണ്. നീ പറ്റിച്ചിട്ടുണ്ടോ, മറ്റുള്ളവരും നിന്നെ പറ്റിക്കും.
നീ പാപം ചെയ്തിട്ടുണ്ടോ, ഒരു ദിവസം നീയും അതിൻ്റെ ശിക്ഷ. അതാണ് പാപത്തിൻ്റെ വേതനം, അത് മരണമാണ്. പാപത്തിൻ്റെ വേതനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം, ജ്ഞാനം 1:12. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ നീ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ നീ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാശത്തെയും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നന്നായിട്ട് അനുദപിക്കുക. നന്നായി അനുദപിച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ചെയ്തുമായ തെറ്റുകളെ പറ്റി അനുദപിക്കുക, തെറ്റ് തിരുത്തുക, മാനസാന്തരപ്പെടുക, തിരിച്ചു വരിക, തീരുമാനം എടുക്കുക. ഞാൻ ഓർക്കാണ്, ഒരു മകളെയും കൂട്ടി, അതിൻ്റെ ഭർത്താവ്, മകളെന്ന് വെച്ചാൽ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഒരു ഭർത്താവ് വരികയാണ്. അവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, ഈ ഭാര്യയ്ക്ക് ബ്ലീഡിങ് ആണ്. എന്ത് ചെയ്താൽ ബ്ലീഡിങ് നിൽക്കുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഭർത്താവ് നിന്നു. ഇവൾക്ക്, ഈ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ നേരിട്ടാണ് അവർ കൊണ്ടുവരിക. ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ കിടന്നിട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചോദിച്ചു, അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയല്ല, ഈ മകളൊരു ഒറ്റ കരച്ചിലാണ്. അത് പറഞ്ഞു. അപ്പോൾ ഇവരെ പറ്റി എനിക്ക് കൂടുതൽ എൻ്റെ ഒന്നും അറിയില്ല. ഈ മകൾ പറഞ്ഞു, അച്ഛാ, ഞാനൊരു ഹൈന്ദവ സമുദായത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു, ഇപ്പോൾ ക്രിസ്ത്യാനിലേക്ക് മാറി. എന്നിട്ട് അതിൻ്റെ ചരിത്രം പറഞ്ഞു. എൻ്റെ വീട്ടിൽ അച്ഛന് ഇങ്ങനെ ഒരു വണ്ടികളുടെ ബിസിനസ്സായിരുന്നു. ഈ വണ്ടികളുടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യനാണ് ഇപ്പോഴത്തെ എൻ്റെ ഭർത്താവ്. അപ്പോൾ ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോകാൻ തീരുമാനിച്ച ദിവസം, അപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ഭർത്താവ് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഇവൾ ഓടിപ്പോകാൻ തീരുമാനിച്ച ദിവസം ഞാൻ അങ്ങനെ ഓടിപ്പോകാനെല്ലാം തയ്യാറാക്കി, എല്ലാം പാക്ക് ചെയ്ത് ഡ്രസ്സൊക്കെ വെച്ചു. രാത്രി പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ആ സഹോദരൻ, സ്നേഹിക്കുന്ന ചക്കൻ അവിടെ വന്നു, ഇവളെ വിളിക്കുകയാണ്. ഇവളെ വിളിച്ചപ്പോൾ ഇവൾ പോകാൻ തയ്യാറായി. പക്ഷെ ഇവൾ പറയുകയാണ്, അച്ഛാ, ഈ 2 പെൺകുട്ടികളിൽ എന്നെയാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം. എന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്. എനിക്കാണ് അമ്മേനെ ജീവനാണ്. അമ്മയിൽ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷെ ഇത് മാത്രം അച്ഛൻ ഞാൻ മറച്ചു വെച്ചു. അങ്ങനെ ഞാൻ പോകാനായിട്ട് ഒരുങ്ങി പുറത്തേക്ക് കടന്നു നോക്കി പെട്ടെന്നൊരു ചിന്ത, ദൈവമേ, എൻ്റെ അമ്മേനെ ഉപയോഗിച്ചിട്ടാണല്ലോ ഞാൻ പോകുന്നത്. ഉടനെ അവൾ പോണ്ടാന്ന് വെച്ച് വീണ്ടും റൂമിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചു. ഉടനെ ഈ മകള് വീണ്ടും പറയാണ്. പക്ഷെ വീണ്ടും പ്രലോഭനം, വീണ്ടും വിളി വന്നുകൊണ്ടിരിക്കുകയാണ്, പുറത്തേക്ക് വരാൻ പറഞ്ഞ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് മനസ്സിനെ കഠിനമാക്കി അമ്മേനെ മനസ്സുകൊണ്ട് വെറുത്ത് അങ്ങനെ അവൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. മനസ്സിലായോ? പിന്നീട് എവിടെയൊക്കെ പോയി മാറി മാറി നിന്നു, നമസ്കാരങ്ങളൊക്കെ പഠിച്ചു, അങ്ങനെ കല്യാണമൊക്കെ നടത്തി. ഇപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് എത്ര പരിശ്രമിച്ച് കുഞ്ഞുണ്ടാവാതെ ഒരു കുഞ്ഞുണ്ടായി. ഒരു കുഞ്ഞേ ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കൂടി ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ ഇതുവരെ പിന്നീട് അമ്മയെ കണ്ടിട്ടില്ല. കാരണം അച്ഛൻ എന്നോട് ഭയങ്കര ദേഷ്യമാണ്. അച്ഛാ, കുഞ്ഞുണ്ടായതിന് ശേഷം അമ്മ ഇടയ്ക്ക് വിളിക്കും, പക്ഷേ ഞങ്ങൾ നേരിട്ട് പിന്നീട് ഇതുവരെ കണ്ടിട്ടില്ല. ഈ എന്തുകൊണ്ട് വിട്ടുമാറാത്ത ഈ ബ്ലീഡിങ് ഇതിനു വേണ്ടി സമർപ്പിച്ചപ്പോൾ കർത്താവ് കാണിക്കുകയാണ്, ഈ മകള് അമ്മയുടെ കണ്ണുനീരിന് കാരണക്കാരിയായി തീർന്നിട്ടുണ്ട്. അമ്മേനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. പാപ്പര അമ്മേനെയൊക്കെ ഒത്തിരി വേദനിപ്പിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് സാധാരണ ഉദരസംബന്ധമായ രോഗമാണ് വരാമെന്ന് പറയുക. അതെന്തുകൊണ്ടാണെന്ന് അച്ഛൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ അമ്മ നിന്നെ ഈ ഉദരത്തിലാണ് വഹിക്കുന്നത്. അതുകൊണ്ട് നീ അമ്മയെ വേദനിപ്പിക്കുക, മാതാപിതാക്കളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പലപ്പോഴും ഉദരസംബന്ധമായ രോഗം വരും എന്നാണ് പൊതുവെ പറയുക. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സംഖ്യ 32:23 വചനം ഓർക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഈശോയുടെ സന്നിധി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അനുതാപത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12:28 വചനം മനസ്സിലേക്ക് കൊണ്ടുവരിക. ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കുക. കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഭയഭക്തി ആദരങ്ങളോടെ, ഞാനൊരു പാപിയാണെന്ന മനോഭാവത്തോടെ അനുതാപത്തോടെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. പാപത്തിന് ശിക്ഷയുണ്ടെന്ന് ഓർക്കുക. അതിനോർത്ത് നന്നായി അനുദപിച്ച് പാപമില്ലാത്ത വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി ഒരു ശക്തമായ തീരുമാനം എടുക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പല മക്കൾക്കും കർത്താവ് ദൈവഭയം എന്ന പുണ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ദൈവഭയം, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കൃപയാണ് ദൈവഭയം. ദൈവഭയം ലഭിക്കാൻ വേണ്ടി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവവചനം അത് സത്യമാണ്. ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയമാണ്. പാപത്തിന് ശിക്ഷയുണ്ട്. ഇത്രയും വിശുദ്ധിയിൽ ജീവിച്ച പലർക്കും തെറ്റുകൾ പറ്റിയപ്പോൾ
ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കും ശിക്ഷ കിട്ടും, എനിക്കും ശിക്ഷ കിട്ടും. പാപം ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട്. ഈ ഒരു ബോധ്യത്തോടെ അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക. പാപത്തോട് അനുതപിക്കുക, മാപ്പ് ചോദിക്കുക, തെറ്റുതിരുത്തുക, തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക.